റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK-യിലെ ചില കമ്പനികൾ AI ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി മൈക്രോസോഫ്റ്റിന്റെ UK മേധാവി പറഞ്ഞു. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ പ്രവർത്തനങ്ങളിൽ AI സംയോജിപ്പിക്കുന്ന സമീപനത്തോട് പിന്തിരിഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈകാതെ ഇത്തരം കമ്പനികളെ AI ഉപയോഗിക്കുന്ന കമ്പനികൾ പിന്നിലാക്കുവാനുള്ള സാധ്യതയുണ്ട്. പൊതു സ്വകാര്യ മേഖലകളിലെ ഏകദേശം 1500 UK മുതിർന്ന നേതാക്കളിലും 1440 ജീവനക്കാരിലുമായി നടത്തിയ മൈക്രോസോഫ്റ്റ് സർവേയിൽ പകുതിയിലധികം എക്സിക്യൂട്ടീവുകളും തങ്ങളുടെ സ്ഥാപനത്തിന് ഔദ്യോഗിക AI പദ്ധതിയില്ലെന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. AI ഉപയോഗിക്കുന്ന ജീവനക്കാർക്കും ഉപയോഗിക്കാത്തവർക്കും ഇടയിൽ ജോലി എത്രമാത്രം കാര്യക്ഷമമായി ചെയ്യുന്നതിലെ വിടവ് വർദ്ധിപ്പിക്കുന്നതായും സർവേയിൽ പറയുന്നു. AI ഉപയോക്താക്കൾ മറ്റുള്ളവരെക്കാൾ ക്രമാതീതമായി ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സര ഓട്ടത്തിൽ AI ഉപയോഗിക്കാത്തവർ പിന്നിലാകാം. ഇത് ജോലിസ്ഥലത്തെ കാര്യക്ഷമതയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാനും ഏറെ സാധ്യതയുണ്ട്. UK-യിൽ ഗവേഷണം നടത്തിയിരുന്ന ചൈനീസ് വിദ്യാർത്ഥി പീഡനക്കേസിൽ അറസ്റ്റിലായി. ലഹരി നൽകിയ ശേഷം 10 സ്ത്രീകളെ പീഡിപ്പിച്ച കേസിലാണ് അസുൻഹോ സൂവി അറസ്റ്റിലായത്. 60-ലേറെ സ്ത്രീകളെ അസുൻഹോ പീഡിപ്പിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ സ്വയം പകർത്തി സൂക്ഷിച്ചിരുന്നു. നിലവിൽ 2019-നും 2023-നും ഇടയിൽ ലണ്ടനിൽ 3 യുവതികളെയും ചൈനയിൽ 7 പേരെയും ഇയാൾ പീഡിപ്പിച്ചതായി തെളിവുകളുണ്ട്. സംഭവം നടക്കുമ്പോൾ പ്രതി ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. പ്രതിക്കെതിരെ 11 കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. 2 കേസുകളിൽ ഒരാൾ തന്നെയാണ് ഇര. ഒളിക്യാമറ വെച്ചാണ് പ്രതി പീഡന ദൃശ്യം പകർത്തിയിരുന്നത്. UK-യിൽ മലയാളി നഴ്സും കുടുംബവും വംശീയാക്രമണത്തിന് ഇരയായി. ഗ്രാന്തം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സായ ട്വിങ്കിൾ സ്വാമും കുടുംബവും മാർച്ച് 1 വൈകിട്ട് 7:30 ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങവെയാണ് വംശീയാധിക്ഷേപത്തിന് ഇരയായത്. ദമ്പതികളെ ബ്രിട്ടീഷ് യുവതി വംശീയമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തതായി ട്വിങ്കിൾ അറിയിച്ചു. ആദ്യം ഭർത്താവ് സാനുവിനെ ശാരീരികമായി ആക്രമിക്കുകയും പിന്നീട് ട്വിങ്കിളിനെ ബലമായി റോഡിലേക്ക് തള്ളിയിടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. സാരമായ പരിക്കുകൾക്ക് പുറമെ ട്വിങ്കിളിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അനുഭവപ്പെട്ടു. ഇനി നാട്ടിലെ വാർത്തകൾ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഘടകങ്ങളിലും ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. വോട്ട് ചേർക്കുന്നത് മുതൽ വോട്ടെണ്ണുന്നതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഓഡിയോ ബുക്ക്, ആനിമേറ്റഡ് വീഡിയോ, ഇ-ബുക്ക് തുടങ്ങിയവ വഴി ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. വിവിധ സ്ഥലങ്ങളിലായി ഏകോപിപ്പിച്ചുള്ള IT സംവിധാനവും നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിശദാംശങ്ങളും കണക്കുകളും വിവരങ്ങളും ഏകോപിപ്പിക്കുവാനും വിവിധ തലങ്ങളിലെ ആശയവിനിമയം എളുപ്പത്തിലാക്കുവാനും ഇതിലൂടെ സാധ്യമാക്കുമെന്നാണ് കരുതുന്നത്. പാർട്ടിയിലെ പിളർപ്പുൾപ്പെടെയുള്ള കാരണങ്ങളെ തുടർന്ന് കൈമോശം വന്ന വസ്തുവകകൾ തിരിച്ചുപിടിക്കുവാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു. ബംഗളൂരു റേസ് കോഴ്സ് റോഡിലെ 49,770 ചതുരശ്ര അടി മന്ദിരം JDS-ൽ നിന്നും തിരിച്ചുപിടിക്കുവാൻ സഹായിച്ച 2014 സുപ്രീം കോടതി ഉത്തരവ് ആയുധമാക്കി ഇക്കാര്യത്തിൽ ശക്തമായ നിയമപോരാട്ടത്തിനാണ് പാർട്ടി തീരുമാനം. വിധി വന്ന് 10 വർഷത്തിനു ശേഷമാണ് ഫലപ്രദമായ ഇടപെടലുകൾക്ക് പാർട്ടി തയ്യാറാകുന്നത്. പാർട്ടിയുടെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവന്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇതു സംബന്ധിച്ച സൂചന നൽകിയിരുന്നു. 1969 കോൺഗ്രസിലുണ്ടായ പിളർപ്പിന് മുൻപ് പാർട്ടിയുടെ ഉടമസ്ഥതയിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒട്ടേറെ സ്വത്തുവകകൾ നിയമവ്യവഹാരത്തിന് വിധേയമായിരുന്നുവെന്നാണ് കോൺഗ്രസ് സൂചിപ്പിച്ചത്. ഇനി കായിക വാർത്തകൾ. മത്സരത്തിൽ ഏറിയ പങ്കും 10 പേരുമായി കളിക്കേണ്ടി വന്നിട്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിന്റെ ആദ്യ പാദത്തിൽ പോർച്ചുഗീസ് ക്ലബ് ബെൻഫിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് ബാർസിലോണ. ബ്രസീലിയൻ താരം റാഫിഞ്ഞ ഒരിക്കൽ കൂടി രക്ഷകവേഷമണിഞ്ഞതോടെയാണ് ബാഴ്സ ബെൻഫിക്കയെ വീഴ്ത്തിയത്. കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ലിവർപൂൾ ഫ്രഞ്ച് ക്ലബ് PSG-യെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തി. ജർമ്മൻ ക്ലബ്ബുകളുടെ പോരാട്ടത്തിൽ ബയർ ലെവർക്യൂസനെ 3-0 തകർത്ത് ബയൺ മ്യൂണിക് ആദ്യപാദം ഗംഭീരമാക്കി. ഡച്ച് ക്ലബ് ഫെയനൂർദിനെ 2-0 തോൽപ്പിച്ച് ഇന്റർ മിലാനും ക്വാർട്ടറിലേക്ക് ആദ്യപാദം വെച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.22 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.